എക്സിറ്റ് പോളുകൾ പുറത്തു വന്നു. എക്സിറ്റ് പോളുകൾ പറയുന്നത് ഏറ്റവും മുഖ്യമന്ത്രിയാവാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നിലവിലെ മുഖ്യമന്ത്രി, ഇടതുപക്ഷത്തിൻ്റെ നേതാവ് സഖാവ് പിണറായി വിജയനെ ആണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിരുദ്ധത പറഞ്ഞ് വോട്ട് തേടിയ UDF-നേറ്റ തിരിച്ചടിയാണ് ഈ സർവേ ഫലം. പിണറായി വിരുദ്ധത പറഞ്ഞിട്ടും പിണറായി വിജയനെ 31% ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളത് അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഇങ്ങനെ ഇവർ വേവിച്ച ഒരുപാട് പരിപ്പുണ്ട്. ആ പരിപ്പുകളൊക്കെ വെന്തിട്ടുണ്ടോ എന്നറിയാൻ ഈ 4-ാം തീയതി വരെ കാത്തിരുന്നാൽ മതി. UDF അധികാരത്തിൽ വരുമെന്നാണ്. അതിനായി അവർ സമർത്ഥിക്കുന്ന വസ്തുതകൾ കേരളത്തിലെ മുസ്ലിംകളും കേരളത്തിലെ ക്രിസ്ത്യാനികളും ഒറ്റക്കെട്ടായി UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ UDF അധികാരത്തിൽ വരണമെങ്കിൽ കേരളത്തിലെ ജനം വർഗീയമായോ ജാതിപരമായോ മതപരമായോ വേർതിരിച്ച് ഭിന്നിച്ച് നിൽക്കേണ്ടതുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ മതേതര സ്വഭാവം കണക്കിലെടുത്താൽ കേരളത്തിൽ ജാതിയോ മതമോ നോക്കിയല്ല ജനം വോട്ട് ചെയ്യുക. കൃത്യമായി മനുഷ്യന്മാരായി നിന്നുകൊണ്ട് മതേതരത്വത്തിനു വേണ്ടി അവ വോട്ട് ചെയ്യും. കേരളത്തിലെ പൊതുജന സമൂഹം രാഷ്ട്രീയ ബോധവും ഒപ്പം നിലപാടുകളെ വിലയിരുത്തിയും ഒപ്പം ഇവിടുത്തെ കാഴ്ചപ്പാടുകളെ വിലയിരുത്തിയും നയങ്ങളെ വിലയിരുത്തിയുമാണ് വോട്ട് ചെയ്യുക. ഇതാണ് ചരിത്രം. ആ ചരിത്രമാണ് പിറക്കാൻ പോകുന്നത്. മെയ് 4-ന് കേരളം വിധി എഴുതുന്നത് എന്തെന്ന് നമുക്കറിയാം. കേരളത്തിൻ്റെ വിധി ഇടതുപക്ഷത്തോടൊപ്പമാകുമെന്ന് മതേതര വിശ്വാസമുള്ള ഏതൊരാൾക്കും പറയാൻ കഴിയും. ഇവർ ചിന്തിക്കുന്നത് പോലെ ഈ സർവേ ഏജൻസികളോ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളോ വലതുപക്ഷ സ്നേഹികളോ വർഗീയ ശക്തികളോ വിചാരിക്കുന്നത് പോലെ വർഗീയമായോ ചേരിതിരിഞ്ഞോ ചിന്തിക്കുകയില്ല. അവർ നല്ല മതേതരവാദികളാണ്, ഒരു സംശയവും വേണ്ട.